കലോത്സവത്തിൻ്റെ നല്ല നടത്തിപ്പിന് കൃത്യമായ നിർവഹണം വേണം. അതിന് കൃത്യമായ അച്ചടക്കത്തോടെയുള്ള കുറേ ഉദ്യോഗാർത്ഥികൾ വേണം, മത്സരാർത്ഥികൾ വേണം, അധ്യാപകർ വേണം. അതിലൊക്കെ ഉപരിയായിട്ട് ചില കുട്ടി പോലീസുകളുണ്ട്. അതിലുപരിയായിട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പോലുള്ള ഇവരെ പോലുള്ള അച്ചടക്കമുള്ള കുറേ കുട്ടികളും കൂടെ വേണം. എന്തായാലും നമുക്ക് പിന്നിൽ ഇപ്പോൾ കാണാൻ ദൃശ്യങ്ങൾ കാണാം. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ കുറേ കുട്ടികൾ നമുക്കൊപ്പമുണ്ട്. ഇവരുടെ ഒരു അച്ചടക്കവും ഇവരുടെ കൃത്യമായ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഈ കലോത്സവത്തിൻ്റെ നല്ല നടപ്പിനെ കൃത്യമായി നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇവരാണ് കലോത്സവത്തിൻ്റെ നല്ല നടത്തിപ്പെന്ന് വേണമെങ്കിൽ പറയാം. അത്തരം കാര്യനിർവഹണത്തിൽ കൃത്യമായി പങ്കുവയ്ക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ. ഇവരുടെ സേവനം കൃത്യമായി പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അച്ചടക്കത്തോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ ഇവരാണ് അതിന് നിർദ്ദേശങ്ങൾ നൽകേണ്ടത്. കാരണം ഇവർക്ക് ശേഷമേ പോലീസും മറ്റ് അധികാരികളും ഒക്കെ ഈ കലോത്സവ വേദികളിലേക്ക് എത്തും. എന്തായാലും ഇവിടെ 2-3 ടീമുകളുണ്ട്. ഇതേതാ ടീം? BCG ആണ്. ഇത് എത്ര പേരുണ്ട് നിങ്ങൾ? ഞങ്ങളൊരു 80 കുറച്ച് പേരുണ്ട്. 50 പേരോ? 50 പേര്. എന്തൊക്കെയാ ചെയ്യുന്നത് ഇവിടെ? ഇപ്പോൾ കുറേ ഡ്യൂട്ടികളുണ്ട്. ഗേറ്റിൻ്റെ അവിടെ, ഫുഡിൻ്റെ അവിടെ, സ്റ്റേജിൻ്റെ അവിടെ കുറേ. പറയുന്നതൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ടോ? ചെറിയൊരു പോലീസിങ് അല്ലേ? അതുകൊണ്ട് ഇവിടെ നമുക്ക് ടീച്ചർമാരൊക്കെ ഉണ്ട്. ടീച്ചറെ എത്രത്തോളം വിജയമായിട്ട് പോകുന്നു? നന്നായി പോകുന്നു. തുടക്കം ദിവസം മുതൽ, ഫസ്റ്റ് ദിവസം മുതൽ ഇവരുടെ സേവനം എല്ലാ സ്റ്റേജുകളിലും ഉണ്ട്. പ്രത്യേകിച്ച് ഫുഡ് കമ്മിറ്റിക്ക് ഇവരെ സേവനം നിർബന്ധമാണ്. കാരണം നമുക്ക് ഒരുപാട് കുട്ടികളെ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളത് ഫുഡിനായിട്ട് തന്നെയാണ്. അവിടെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും. സ്കൗട്ടിൻ്റെ കുറേ കുട്ടികളുണ്ട്. എത്രത്തോളം ആവേശത്തിലാണ് നിങ്ങൾ? നല്ല ആവശ്യമുണ്ട്. മത്സരമൊക്കെ കാണുന്നുണ്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ? വഞ്ചിപ്പാട്ടാണ്. ഡ്യൂട്ടീസ് ഫസ്റ്റ്. ഡ്യൂട്ടീസ് ഫസ്റ്റ്. എത്രത്തോളം എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി? എല്ലൊക്കെ പറയുന്നതൊക്കെ ചെയ്യും. എല്ലാവരും നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ? പ്രശ്നം ബാധിതൊന്നുമല്ല. ഇല്ല, ഒന്നുമില്ല. കൃത്യമായിട്ട് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. ഇതും BCG ആണോ? സ്കൂൾ ഏതാ? അലമീൻ കരിക്കാട്. ഓക്കെ. അപ്പോൾ സ്കൗട്ടിൻ്റെ ടീമുകളുണ്ട്. ഇനി മറ്റൊരു ഗൈഡ്സിൻ്റെ ടീമുകളുണ്ട്. ഏത് സ്കൂളാണ്? തക്കുവാണ്ടത്തോട്. തക്കുവ. തക്കുവ. ഓക്കെ. എത്ര പേരുണ്ട് ടീം അംഗങ്ങൾ? 11. ഇപ്പോൾ എവിടെയായിരുന്നു ഡ്യൂട്ടി? ഞങ്ങൾക്ക് ഫുഡിൻ്റെ അവിടെ. കൂടുതൽ പേർക്ക് ഫുഡിൻ്റെ അവിടെ ആയിരുന്നു? ആയിട്ടില്ല. ഇന്ന് സമാപനം ആകുമ്പോൾ നിങ്ങൾക്കൊരു വിഷമമൊക്കെ ഉണ്ടോ? ഞങ്ങൾ ഇന്നാണ് വന്നേ? അത് ശരി. സമാപന ദിനത്തിലാണോ വരുന്നത്? മത്സരങ്ങളൊക്കെ കാണാൻ പറ്റിയോ? കണ്ടിരുന്ന. മിസ് ചെയ്തോ എന്തെങ്കിലും മത്സരങ്ങളൊക്കെ? ഇല്ല. ടീച്ചർമാർക്ക് മിസ് ചെയ്തോ നമുക്ക് ചോദിക്കാം. ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടിയൊക്കെ നന്നായിരുന്നു. ഇന്ന് സമാപനമായല്ലോ. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് സെർവിങ്ങിന് വന്നതാ. ടീച്ചർമാർക്ക് പ്രത്യേക കമ്മിറ്റിയിൽ വല്ല ചുമതലകളുണ്ടോ? അല്ല, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പിള്ളേരാണ് ഫുഡ് കമ്മിറ്റിയിൽ സെർവിങ്ങിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊക്കെ സ്കൗട്ട് മാസ്റ്റർമാരാണ്. ഒരു ഗൈഡ് ക്യാപ്റ്റനും സ്കൗട്ട് മാസ്റ്ററുമാണ് ഞാൻ. 11 പേരാണ് വന്നിരിക്കുന്നത്. ഇന്ന് ലാസ്റ്റ് ദിവസം ഞങ്ങൾക്ക് ചുമതല കിട്ടിയത്. ഓരോ ദിവസം ഓരോ ടീമുകൾക്കാണ് കൊടുക്കുന്നത്. മാറിയിട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പിള്ളേർ. ഈ രാത്രി സമയങ്ങളിലൊക്കെ വൈകി പോകേണ്ടി വരുന്നത് ബുദ്ധിമുട്ടുണ്ടോ കുട്ടികൾക്ക്? ഇത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം, അറിയില്ല. സമാധാനം കിട്ടിയോണ്ട് നേരത്തെ മത്സരങ്ങൾ അവസാനിക്കുന്നത് അനുഗ്രഹമായില്ലേ? അത് ശരി. ഓക്കെ. എന്തായാലും ഇപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ഒരു സൈന്യം എന്ന് വേണമെങ്കിൽ പറയാം. കലോത്സവത്തിനെ സംബന്ധിച്ച് കലോത്സവത്തിൻ്റെ സൈന്യമാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ടീമുകൾ. ഇവരുടെ കൃത്യമായ കാര്യനിർദ്ദേശങ്ങളൊക്കെ തന്നെ കലോത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വലിയ മുതൽക്കൂട്ടാണുള്ളത്. കൃത്യമായ പങ്കുവഹിക്കുന്നവരാണ്. എന്തായാലും കലോത്സവ വേദിയിലുള്ള ഇവരുടെ സാന്നിധ്യവും വലിയ രീതിയിലുള്ള പങ്കാണ് ഓരോ കലോത്സവ വേദികൾക്കും ഇവർക്ക് വഹിക്കാനുള്ളത്. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കാര്യമായി എല്ലാവരും പ്രവർത്തിക്കുന്നതനുസരിച്ച് കൃത്യമായ കലോത്സവത്തിൻ്റെ നടത്തിപ്പും സുഗമമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.